ഇത് അച്ഛ കിടന്ന പായ. അന്നേരം ഇതാണ് അച്ഛ എഴുന്നേറ്റപ്പത്തിന് അത് വലിച്ച് ഇതായിട്ട് കളഞ്ഞു. ഇതിന്റെ മേലെ ആധാർ കാർഡും ഫോണും എല്ലാം ഉണ്ടായിരുന്നു. തിണ്ണയെത്തി മൊത്തം ഈ ആരോ പറഞ്ഞു വിട്ട പോലെ ആന വന്നിട്ട് വമ്പ തേടല. പക്ഷെ ഈ ആന പറഞ്ഞ സമയം കൊണ്ട് ചോമാനി ഈ 11ാം ബ്ലോക്കിലെ ചോമാനി ഭാഗത്ത് എത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആനയുടെ സ്പീഡ് എന്തായിരിക്കും? അപ്പോൾ ഒരു മനുഷ്യന് ഒരു ആനയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യന് രക്ഷപ്പെടുന്നുള്ളത് ഒരു സർക്കാരിന് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ആനയ്ക്ക് ഭക്ഷണമായിട്ടാണ് നമ്മൾ ഈ യാർല ഫാമിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എന്താ നമ്മൾ പറയണ്ടേ? ആരോടെ പറയണ്ടേ? നമ്മളൊരു പാമ്പിനെ പിടിക്കുമ്പോൾ ഒരു പാമ്പിനെ പിടിത്തക്കാരൻ അറിഞ്ഞൂടെ എത്ര സെക്കൻഡിൽ ആ മൃഗം നമ്മളെ ആക്രമിക്കുന്നുള്ളത്? അത്ര സെക്കൻഡിൽ അത് എത്തിയെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മളെ ജീവനും സ്വത്തിനും ഇവിടെ യാതൊരു വിലയില്ല. സർക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, അതിന് സർക്കാർ ഒന്നും വിചാരിക്കുന്നത് വേണ്ട. നമ്മളെ ഉള്ളിലുള്ള വിഷമം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാ. നമുക്കും ജീവിക്കണം, നമ്മളെ മനുഷ്യരല്ലേ. ഞങ്ങൾ ഇതുവരെയും വയലന്റ് ആയിട്ടില്ല. പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ വയലന്റ് ആയി പോകും കേട്ടോ. നമ്മളെല്ലാവരും വയലന്റ് ആയാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആർളം ഫാമിലാണ്. ആർളം ഫാമിലെ ബ്ലോക്ക് 11 പ്രദേശത്താണുള്ളത്. ഇവിടെ ഇന്ന് വെളുപ്പിന്, അതായത് ഇന്ന് വെളുപ്പിന് 3 മണിക്ക്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ഇന്ന് വെള്ളിയാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഇവിടെ ഒരു വീട്ടിലേക്ക് ഒരു കാട്ടാന പാഞ്ഞെടുക്കുകയും ആ ഒരു കാട്ടാന അവിടെയുള്ള ഗൃഹനാഥനെ ആക്രമിക്കാനായിട്ട് ചെല്ലുകയും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. ആ വീട്ടിൽ അത്യാവശ്യം നാശനഷ്ടം കാര്യങ്ങളൊക്കെ ആന വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോഴാണ് സംഭവം നടന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അവിടുത്തെ ആളുകളുടെ ഒരു സ്ഥിതി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ആന നശിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായതെന്നൊക്കെ നമ്മൾ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്ന മോഴയാനെയാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിലാണ് ആളുകൾ നമ്മളെ വിളിച്ചറിയിച്ചത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നേരിട്ടൊന്ന് പോയി കണ്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ ബ്ലോക്ക് 11 എന്ന് പറയുന്ന പ്രദേശത്താണ്. കീഴ്പള്ളിക്ക് അടുത്തുള്ളൊരു പ്രദേശമാണ്. ഇവിടെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ. റോഡ് സൈഡാണ്, ഉള്ളിലേക്കുള്ളൊരു സ്ഥലമല്ല, ചുറ്റുപാടും വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം നടന്നത്. നമുക്ക് ഏതായാലും ആ ഒരു വീട്ടിലേക്ക് പോകാം. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇവിടെയുള്ള ആളുകളോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. കെട്ടിയിട്ട് കയറ് പൊട്ടിച്ചോടിയത് അതല്ലേ? അങ്ങനെ കണ്ടിട്ട് ഓടിച്ചായിരിക്കും. ജീവിക്കാൻ പറ്റൂല. എന്തെല്ലാം വീട്ടിന്റെ അവസ്ഥ പറഞ്ഞാൽ ഇത് ചാനലിൽക്കാർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. നമ്മൾ ഈ വീട്ടില് ഷെഡിൽ താമസിക്കുന്നവരുണ്ടല്ലോ, ഇതൊക്കെ നശിപ്പിച്ച കേട്ടോ. ഒരു ആനയുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കാണാം. ഇത് കണ്ടോ, ഇത് ഇത്രയും വലുതാണ്. എന്തുമില്ല മോഴ അവിടെ നിന്നിട്ടാണ് ഇവിടെ മൊത്തം തപ്പുന്നേ. ഇവിടെ തപ്പുന്നേ, എന്നിട്ട് ഇവിടെയുള്ള സാധനം മൊത്തം ഭാര്യ കളിച്ച് പുറത്തേക്ക് ഇട്ടു. ഇത് ഈ കഥക്ക് ഇപ്പം നമ്മൾ അവർ ഈ വീട്ടിലെ കഥ കാണത് അതൊക്കെ നശിപ്പിച്ചു. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് മായ. ഇത് ഇന്നലെ രാത്രി എത്ര മണിയായപ്പോൾ സംഭവം നടന്നത്? ഇന്നലെ രാത്രി 3 മണിയാകുമ്പോ. ഇന്ന് വെളുപ്പിന് ആനയെ കണ്ടോ? നേരിട്ട് ആനനെ നേരിട്ട് കണ്ടല്ലേ? എന്തായിരുന്നു സംഭവിച്ചതെന്ന് പറയാമോ? ആന അങ്ങന്ന് ഇവിടെ എത്തിയപ്പത്തിനു പിന്നെ ഏട്ടന്റെ അമ്മ ഭർത്താവിന്റെ അവിടുന്ന് വരുന്ന വഴിയാ? ആന അങ്ങന്ന് വരുന്ന വഴിയാ. അപ്പൊ ഭർത്താവിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ആന ചക്കപ്ലാവിന്റെ അടുത്ത് എത്തിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇവിടെ ഈ ചക്കപ്ലാവിന്റെ ഇതിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ അതിലൂടെ നോക്കുമ്പോത്തിന് ആന ഇവിടെ എത്തി. അപ്പൊ പിന്നെ അമ്മ ആനയെന്ന് പറയുമ്പോത്തിന് ഏട്ടന്റെ അച്ഛന്റെ അടുത്തേക്ക് ആന എത്തി, ഓടി എത്തി. ഇവിടെ നിക്കുമ്പോ അച്ഛൻ ഇവിടെയാണ് കിടക്കുന്നത്. അയ്യോ, പുറത്താ കിടക്കുന്നത് അല്ലേ? പുറത്ത് ഇവിടെ കട്ടിലിട്ട് ഇവിടെയാണ് കിടന്നുകൊണ്ടിരുന്നതെന്ന് അച്ഛൻ. അപ്പൊ എന്നിട്ടോ അന്നേരം അച്ഛന്റെ അടുത്തേക്ക് പെട്ടെന്ന് ആന ഓടി എത്തിയപ്പോ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്നു. അപ്പൊ അച്ഛൻ കിടന്ന ആ പായും ഇതെല്ലാം അച്ഛന്റെ ഷർട്ടും എല്ലാം ഫോണെല്ലാം എടുത്ത് പുറത്ത് ഇവിടെ എറിഞ്ഞ് ചാടി കളഞ്ഞു ആന. എന്നിട്ട് വന്നിട്ട് ഈ വാതിലും ഈ കസാരയും എല്ലാം ചവിട്ടി പൊട്ടിച്ച് ഇതാക്കി കളഞ്ഞു. പുതിയ വാതിലായിരുന്നല്ലേ? പുതിയ വാതിൽ ഇവിടെ പിടിപ്പിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാ. ഉള്ളിലല്ല, ഇവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇത് വലുതല്ല, ഇവിടെ പിടിപ്പിക്കാനാവൂല. അങ്ങനെ പിന്നെ അതിനു വേണ്ടിട്ട് ഇത് വാങ്ങി വെച്ചത്. ഇത് മുറിച്ച് സെറ്റാക്കിട്ട് അവിടെ വെക്കാൻ വേണ്ടിട്ട്
അന്നേരത്തിന് എന്തായി, ആന ഇന്നലെ രാത്രി വന്നിട്ട് അത് ചവിട്ടി പൊട്ടിച്ച്. പിന്നെ അവരോടിക്കുന്ന സൈക്കിള് അതും സൈക്കിള് ചവിട്ടി, സൈക്കിളിന്റെ മുന്നിൽ ചവിട്ടി ഇതാക്കി കളഞ്ഞു. ഇതാ ഇത് ചവിട്ടി ഇവിടെ ചവിട്ടി വളച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളിലേക്ക് തള്ളിപ്പോയി. ഇതിന്റെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ ഹോൺ അടിക്കുന്നതെല്ലാം ആന കളഞ്ഞ. അതിന്റെ ഷീറ്റെല്ലാം വലിച്ചു കളഞ്ഞു. ഇത് ഹോണടി പിന്നെ ബൾബ് കണ്ണാടി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിച്ച് ചാടി. എല്ലാം കളഞ്ഞു ഒന്നുമില്ല സൈക്കിളിന്റെ. എന്നിട്ട് പിന്നെ കുറെ നേരം ഉണ്ടായിരുന്നു ഇവിടെ, ഒരു 5 മിനിറ്റ് സമയം നിന്ന്. അന്നേരത്തിന് ഞങ്ങൾ എന്നോട് അച്ഛൻ പറഞ്ഞു, എന്നാ നിങ്ങൾ ആറാട്ടിനെ വിളിക്കുന്നു പറഞ്ഞു. അന്നേരം ഞങ്ങൾ അവരെ വിളിക്കാൻ നോക്കുമ്പോഴത്തേന് ആനയിരുന്ന് നീങ്ങി കളഞ്ഞു. ആന തിരിഞ്ഞങ്ങ് പോയി. അങ്ങോട്ട് ഇല്ല, ഇതിലെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കേറിപ്പോയി. വേറെ എന്തൊക്കെയാ കേടുപാടുകൾ വരുത്തിയ? കസാര പൊട്ടിച്ചിട്ടുണ്ടല്ലേ? കസാര എല്ലാം ചവിട്ടി. ആളെ കിട്ടാത്ത ദേശത്ത് എല്ലാം സൈക്കിളിനോട്, കസാരനോട്, ബക്കറ്റിനോട്, വാതിലിനോടെല്ലാം തീർത്തു. ഇവിടെ വന്ന് നിന്നിട്ട് അങ്ങോട്ടേക്ക് തപ്പിയത്, എന്നിട്ട് ഒറ്റ വലിച്ചിടൽ ഇങ്ങോട്ടേക്ക് മൊത്തം കൂടി. ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട്. പായൊക്കെ വലിച്ചിട്ടല്ലേ? കാണിക്കാവോ? ഒന്ന് കാണിച്ചേ. അച്ഛൻ കടന്നോണ്ടിരുന്നല്ലേ? ഇത് അച്ഛൻ കിടന്ന പായ. അന്നേരം ഇതാണ് അച്ഛൻ എഴുന്നേറ്റപ്പത്തിന് അത് വലിച്ച് ഇതായിട്ട് കളഞ്ഞു. ഇതിന്റെ മേലെ ആധാർ കാർഡും ഫോണും എല്ലാം ഉണ്ടായിരുന്നു, പൈസ അടക്കം എല്ലാം ഇതിന്റെ മേലെ വെച്ചിട്ടാണ് അച്ഛൻ ആടെ കിടന്നത്. എന്നിട്ട് അത് പിന്നെ എടുത്തിങ്ങോട്ട് കളഞ്ഞല്ലേ? അച്ഛനെ കിട്ടാത്തതിന്റെ വാശി ഇതില്. അച്ഛനെ കിട്ടാത്ത വാശിയാണ്. അമ്മന്റെ കാലെല്ലാം ഉണ്ട് ഓടിച്ച്. അമ്മന്റെ കാലിനെല്ലാം ഉണ്ട്. ഓടി കേറിയത് കട്ടിലിന്റെ ഇതിന് ഇട്ട് ഇടിച്ചതാണ്. കാലിന് വരും കേട്ടോ. എല്ലാം കൊണ്ട് മൊത്തത്തില് ബുദ്ധിമുട്ട്. വലിയ ബുദ്ധിമുട്ടാല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതിന് മുന്നേ ചക്കയൊക്കെ വന്നാ പിന്നെ ചക്ക പറിച്ച് ഒറ്റ ചക്ക തൊട്ടിട്ടില്ല. വെറുതെ പ്ലാവിന്റെ മേലെ ഇങ്ങനെ ആക്കിട്ട് ഒറ്റ പോക്കാം. ഒറ്റ ചക്ക പറിച്ചിട്ടില്ല. ഇത്രയും റോഡ് സൈഡിലായിട്ടൂല്ലേ? ഇങ്ങനെ അങ്ങ് അതേ സ്പീഡിൽ ഒറ്റ കയറ്റം ഇങ്ങനെ വീടിനകത്തേക്ക് തന്നെ പോയി. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് മിനി. വലിയ ബുദ്ധിമുട്ടാല്ലേ ഇവിടെ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ രാവിലെ 3 മണിയായിരുന്നു. ഇവരുടെ കാർച്ച ഫോണ് വിളിച്ചായിരുന്നു ഇവള്. അപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. അതിന് മുന്നേ ഞങ്ങൾ നായ കുരയ്ക്കുന്നുണ്ടായിരുന്നു. നായ കുരച്ചപ്പോൾ ഞാൻ ചാടി ഇരുന്നിട്ട് എന്താ വിഷയമെന്ന്. അപ്പോഴേക്കും ഇവള് ഫോൺ വിളിച്ചു. മായ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവരുടെ കാർച്ചയാണ് കേൾക്കുന്നത്. തൊട്ടയലൊക്കത്ത്. അപ്പോഴേക്കും ഇവരുടെ കാർച്ച എന്നാന്നറിയില്ലല്ലോ. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തെറിച്ചു പോയി. വീണ്ടും ഞാൻ ഫോൺ എടുത്തിട്ടാണ് പിന്നെ ഇവള് പറഞ്ഞ് RRT വിളിക്കുക ചേച്ചിന്ന്. RRT വിളിച്ച് 10 മിനിറ്റ് കൊണ്ട് അവർ വന്നു. വന്നിട്ട് പിന്നെ അപ്പോഴേക്കും ആന പോയി. ഇവരെ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരാൻ പറ്റില്ലല്ലോ. അവിടുന്ന് ഓടിയൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ ആന എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. ഇതൊക്കെ ഭയങ്കര വിഷയം തന്നെയാണ്. ഇവര് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മളെ ജീവനും സ്വത്തിനും ഇവിടെ യാതൊരു വിലയില്ല. നമ്മളിപ്പോൾ ഈ ആനയ്ക്ക് ഭക്ഷണമായിട്ടാണ് നമ്മൾ ഈ യാർല ഫാമിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എന്താ നമ്മൾ പറയണ്ടേ? ആരോടായി പറയണ്ടേ? നമ്മളിപ്പോൾ ആനയ്ക്ക് ചക്കയൊന്നുമല്ല ഭക്ഷണം. നമ്മളാണ് അവരുടെ ഭക്ഷണം. ഇനിയിപ്പോൾ എനിക്കൊക്കെ എപ്പോഴാണ് ലോട്ടറി അടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ എപ്പോഴാണ് നറുക്കടിക്കുന്നതെന്നും വിചാരിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ എപ്പോഴാണ് നറുക്ക് വീഴുന്നത് നമുക്കറിയാൻ പറ്റില്ല. 10 ലക്ഷം നറുക്ക് എപ്പോഴാണ് അടിക്കുന്നത് നമുക്കറിയില്ല. ഇപ്പൊ ഇന്ന് 10 ലക്ഷം അല്ല, എത്രയാ 40 ലക്ഷം. എന്നുവെച്ചാൽ ഇവര് ബാത്റൂമിൽ ഇറങ്ങിയതാ. അമ്മ ബാത്റൂമിൽ ഇറങ്ങിയതാ. ശാന്തേച്ചി അവരുടെ പേര്. അവരിവിടെ അപ്പോഴേക്കും ബാത്റൂമിൽ അപ്പുറമാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ ബാത്റൂമിൽ പോയിട്ട്. അപ്പൊ അവിടെ അകത്ത് കേറിയവിടെ ആന അവിടെ ഉണ്ടായിരുന്നു. ആന നേരെ വീട്ടിലേക്ക് അങ്ങ് പോന്നു. അവര് പിടിക്കാനായിട്ടാ വന്നപ്പോ. പക്ഷെ കിട്ടിയത് ഇവരെയാണ്. അപ്പോഴേക്കും പിടിക്കാൻ നോക്കി ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇവര് ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. മൃഗങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് അതിനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അല്ലെ മയക്കുവെടി വെച്ചിട്ട് ഇതിനെ കൊണ്ടുപോവുക. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതെ. ഇത്രയും അവസ്ഥ അറിഞ്ഞിട്ട് ഒരു തെളിവും ഇല്ലെന്നും പറഞ്ഞ് കണ്ണടക്കിയല്ല നിയമം ചെയ്യേണ്ടത്. വേണ്ട എന്തെങ്കിലും സുരക്ഷ ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കി തരണം. ഇതെന്ന് വെച്ചാൽ ഇതിനെ പിടിച്ചോണ്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ പറയാനാണ്. ഇപ്പോൾ ഇത്രയും വലുതാണ് ഇതിൻ്റെ. ഇത് നോക്ക്, കാൽപ്പാട് ഇത്രയും വലുതാ.
എന്നിട്ട് ഇവർ പറഞ്ഞ തെളിവില്ലാന്ന്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ സർക്കാരിന് വേണ്ടത്? പിന്നെ ഇത്രയും വലിയത് മോഴയൊക്കെ അല്ലാതെ വേറെ ആർക്ക് ഏത് ആനയ്ക്കാ ഉള്ളത്? ഇത്രയും വലുതല്ലേ അവൻ കാൽപ്പാട് കാണുന്നില്ലേ? ഇനി എന്ത് തെളിവാ? പിന്നെ പേടിയായി. ഇന്നലെ ഇന്ന് 4 പേരെയാണ് ആന പിടിക്കേണ്ടത് ഇവിടുന്ന്. ആര് സമാധാനം പറയും? എന്നിട്ടും അധികാരികളുടെ കണ്ണ് തുറന്നില്ല. പിന്നെ നമ്മളത് ആരോടാ പറയണ്ടേ? ഓരോരുത്തർ വരുന്നുണ്ട് പോകുന്നുണ്ട്. അത് തന്നെ അല്ലാണ്ട് വേറെ ഒരു ഇവിടുന്ന് പിന്നെ പറയാനുള്ളത് RRTക്കാരെ നമ്മൾ കുറ്റം പറയുന്നില്ല. അവർ നമ്മൾ വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ അവരിവിടെ ഓടി എത്തുകയും ചെയ്തു. പക്ഷെ നമുക്കത് ശാശ്വതമായൊരു പരിഹാരമാണ്. പക്ഷെ നമുക്ക് ശാശ്വതമായ പരിഹാരം അല്ല വേണ്ടത്. ഈ ആനയെ ഓടിച്ച് എത്രയും പെട്ടെന്ന് ഫോറസ്റ്റിൽ കയറ്റിട്ടാണ് വേണ്ടുന്ന എന്തെങ്കിലും പിന്നെ സാഹചര്യങ്ങൾ ഒരുക്കി തരിക. അല്ലെങ്കിൽ ഈ ആനയെ പിടിച്ച് അവിടെ ഒരു സുരക്ഷയും ഇല്ല. അവിടുന്ന് പിന്നെ തിരിച്ച് അവരിങ്ങോട്ട് തന്നെ വരുന്നു. അവർക്ക് അവിടെ തിന്നാനൊന്നുമില്ല. ഇവിടെയാണെങ്കിലും മനുഷ്യരെ തിന്ന് രുചി പറ്റിപ്പോയി അതിന്. അതുകൊണ്ട് ഇവന് ചക്കയും വേണ്ട, മാങ്ങയും വേണ്ട, ഒന്നും വേണ്ട. ഇവനിപ്പോൾ മനുഷ്യരെ മാത്രം മതി. അതാ മനുഷ്യരെ. അത് സഹോദരന്റെ നേരെ പാഞ്ഞെടുത്തതാനാ. ഇതെല്ലാം ഫോറസ്റ്റിലെ ചേട്ടൻ്റെ ഷർട്ട് നോക്കിക്കേ. ഇത് ചെളിയാണ് കേട്ടോ. ഞാൻ ഡിസൈനാണെന്ന് വിചാരിച്ചല്ല, അത് മൊത്തം ആന വലിച്ചു പറിച്ച് നിലത്തിട്ടപ്പോൾ അത്തേന്ന് പറ്റിയ ചെളിയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ ഒരു അവസ്ഥ കേട്ടോ. ആനവധനെ സംബന്ധിച്ച് ആ പണി ഏറ്റവും പെട്ടെന്ന് തീർന്നെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു സുരക്ഷിതം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. എന്നാലും കുറേയൊക്കെ ഒരു ആശ്വാസം കാണുമായിരിക്കും. ആനവധൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ? അത് പിന്നെ പണിക്കാർ കുറവാണ്. പിന്നെ സെറ്റിലേക്ക് സാധനങ്ങളൊന്നും എത്തുന്നില്ല. അതൊക്കെ ഒരു വിഷയമാണ്. നമ്മളിതുവരെ വലിയൊരു വിഷയത്തിലേക്ക് ഇതുവരെയും നമ്മളെ പിന്നെ ആദിവാസികൾ പോയിട്ടില്ല. ഇനി നമ്മളെ അക്രമസത്തരാക്കാൻ വേണ്ടിയിട്ടാണോ സർക്കാർ ഇതൊന്നും ചെയ്യാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇതുവരെയും വയലൻ്റ് ആയിട്ടില്ല. പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ വയലന്റ് ആയി പോകും കേട്ടോ. നമ്മളെല്ലാരും വയലന്റ് ആയാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഭരണസമിതി ആയാലും വേണ്ട, പ്രദേശത്തായാലും അതെ, നമ്മളൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ പോകും. ഈ പോക്കാണെങ്കിൽ നമ്മളെ രംഗത്തിറങ്ങും. തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തം സർക്കാർ. പുതിയ ഭരണം മാറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? വ്യത്യാസമൊന്നും ആനയുടെ എന്ത് മാറണമെങ്കിലും എന്താ പറയാ, ആനമതിലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ശാശ്വതമായ ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ ആന ഫോറസ്റ്റിൽ ആന ഏതായാലും ഇല്ല. ആന മൊത്തം ഉള്ളത് യാർല ഫാമിൽ തന്നെ, ജനവാസ മേഖലയിലുണ്ട്, അല്ലാതെ ഫാമില് അവിടെയും ഉണ്ട് ആന. അവിടുന്ന് തെളിച്ച് ഇങ്ങോട്ടാണ് ആക്കുന്നത്. ഇവിടുന്ന് പിന്നെ ഇവിടെ കാടാന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ കാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആന അങ്ങോട്ടാണോ മാറുന്നത്, ഇങ്ങോട്ടാണോ. പിന്നെ ഇവർ തെളിക്കുന്നില്ല. 5 മണി വരെ കഴിഞ്ഞാൽ പിന്നെ ഇവർ തെളിക്കുന്നില്ല. അപ്പോൾ ആന അവിടെ വരെ വിട്ടിട്ട് അവിടെ എന്ത് സുരക്ഷ നമുക്കുള്ളത്? ഒരു കമ്പി വില പോലും എന്താ ഫെൻസിങ് പോലും ചാർജ് ഇല്ല. പിന്നെ എങ്ങനെ ആന അവിടെ പിന്നെ നിൽക്കുന്നത്? ആന ഓടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആന തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അത് വെറുതെ ഒരു ഷോ പോലെ ആനയെ ഓടിച്ച് അപ്പുറത്തുനിന്ന് ഇവിടുന്ന് ഓടിച്ച് അവിടെ ആക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ വന്ന ആന നേരെ ഓടിച്ചത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതിലേ അങ്ങ് പോയി, അവിടെ പോയി. അവിടുന്ന് ചോമാനിലേക്ക് പോയി എന്ന് അവര് പറയുന്നുണ്ട്. ചോമാനിലേക്ക് പോയി. അത് തന്നെ ഫാമിന്റെ ഉള്ളിൽ തന്നെ 11ാം ബ്ലോക്കില്. അവിടുന്ന് കൊടിമരത്തിന്റെ ഭാഗത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് 13ാം ബ്ലോക്കിൽ. ഇതിങ്ങനെ നടക്കുവല്ലേ? ഞാൻ 13-ല കഴിഞ്ഞ വർഷം വെള്ളിയില എൻ്റെ പേര് നാരായണിയാണ്. ഞാൻ ആറളം പാമ്പ് 13-ലാണ് താമസിക്കുന്നത്. ഈ 2007 മുതൽ ഞാൻ ആലക്കോട് പഞ്ചായത്തിൽ ഇവിടെ വന്നതാണ്. അന്ന് മുതൽ ആന കൊന്നു, ആന ആയിട്ട് ജനങ്ങളായിട്ട് ഒരു ബുദ്ധിമുട്ടിലാണ് കാണുന്നത് അവസ്ഥ നമ്മൾ കാണുന്നത്. പല പ്രാവശ്യം സമരം നടത്തുകയും പിന്നെ പല കാര്യം ഞങ്ങൾ ഈ ആറളം പാമ്പിന് ജനങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പോലും നടപടി ചെയ്യാനോ ജനങ്ങൾക്ക് കിടന്നുറങ്ങാനോ പറ്റുന്നില്ല. ആനയ്ക്ക് പകരം ഞങ്ങളുടെ ജീവനാണ് കൊടുക്കുന്നത് തീറ്റയായിട്ട്. ഒരു ചക്കയും മാങ്ങയും ഒന്നും ആനയ്ക്ക് വേണ്ട, വാഴ വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളെ മാത്രം കിട്ടിയാൽ മതി. അതിന് എത്രയും പെട്ടെന്ന് അതിനെ മയക്കുമരുന്ന് ഇട്ട് അവിടെ എവിടെയാണ് ഈ പോർസിലാക്കാൻ പാടില്ല. വാർഡ് ഓഫീസുകാർ എത്രയ്ക്ക് ആനനെ തരുത്തുണ്ട്? അവർ ജീവനില്ല ആളില്ലേ? അവർ കോഴി നായൊന്നും ഇല്ലല്ലോ. അവർ ആനൻ്റെ മുമ്പിലല്ലേ പോകുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ചെയ്യേണ്ടത് സർക്കാരാണ് ചെയ്യുന്നത്. ഭരണസമിതി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി ആന മയക്കുമരുന്ന് വെച്ച് എവിടെ എത്തിക്കണമെന്ന് വെച്ചാൽ അവിടെ എത്തിക്കണം. ഞങ്ങൾക്ക് ജീവൻ വിലയുണ്ട്, ഞങ്ങൾക്ക് പേടിയുണ്ട്. ആദിവാസിക്കിൻ്റെ ജീവന് വിലയില്ലേ? ഞങ്ങളെ ചോര മാത്രം ആനയ്ക്ക് മതിയോ?
ഞങ്ങൾ തീറ്റ ഇട്ടിട്ട് കൊടുത്തോ? അതാണ് എനിക്ക് സർക്കാരോട് പറയാനുള്ളത്. ആ ഒരു മോഴയാനയുടെ മുമ്പിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ചേട്ടനാണിത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ശശി. ചേട്ടനാണല്ലേ ആ ഫ്രണ്ടിൽ ആ കട്ടിലേൽ കിടന്നല്ലേ? ആ കട്ടിൽ ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ആന വരുന്നൊരു പ്രതീക്ഷയില്ല. കുറച്ച് മുമ്പേ കൈതക്കൊല്ലി ഭാഗത്ത് ആന ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആറാട്ടിക്കാർ. അത് നോക്കിയിട്ട് ഞാൻ കുറച്ച് സമയം കിടന്നതാ. കുറച്ച് ദിവസം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞിങ്ങനെ ഇവിടുന്ന് ആനൻ്റെ കാഴ്ച കേട്ടിട്ടുണ്ട്, എഴുന്നേറ്റിരിക്കുന്നു ചോദിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നേരം എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ സെക്കൻഡിനുള്ളിൽ ആന തിണ്ണയെത്തി മൊത്തം ഈ ആരോ പറഞ്ഞു വിട്ട പോലെ ആന വന്നിട്ട് വമ്പ തേടല. എന്നിട്ട് ആകെപ്പാട് അവിടെ എന്തുള്ള സാധനം അത് മൊത്തം വാരി പുറത്തിട്ടിട്ട് ഈ ആന പിന്നെ കുറച്ച് നേരം നിന്ന്. അപ്പോൾ ഞാൻ തിണ്ണയിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ആന പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ആന തിരിഞ്ഞ് കുറച്ച് നേരം മാറി നിന്നിട്ട് പുറകോട്ട് വെച്ച് പോയാൽ ചെയ്ത്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ആറട്ടിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സെക്കൻഡിൽ വന്ന് വരികയും ചെയ്തു, ആനനെ വന്ന് ഓടിക്കുകയും ചെയ്തു. പക്ഷേ ഈ ആന പറഞ്ഞ സമയം കൊണ്ട് ചോമാനി ഈ 11-ാം ബ്ലോക്കില്ല ചോമാനി ഭാഗത്ത് എത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആനയുടെ സ്പീഡ് എന്തായിരിക്കും? അപ്പോൾ ഒരു മനുഷ്യന് ഒരു ആനയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യന് രക്ഷപ്പെടുന്നുള്ളത് ഒരു സർക്കാരിന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആനനെ എങ്ങനെയെങ്കിലും ഈ ആനനെ തുരത്തി അതേപോലെ അതല്ലാതെ ഈ ഫാമിനുള്ളിൽ കാടുണ്ട്, ഈ കാടും വെട്ടിത്തെളിക്കണം. ഈ ആറളം ഫാമിൽ വേറെ നമ്മൾ ജനവാസ കേന്ദ്രത്തിൽ വേറെ ഈ കാടുണ്ട്, ഈ കാട് മൊത്തം വെട്ടിത്തെളിക്കാതെ കണ്ട് ഈ ആനനെ ഇവരെങ്ങനെ കളിച്ചോടിച്ചിട്ടും ഈ ആന പോലെന്നല്ലാതെ കണ്ട് ഈ ആന ഇവിടെ കറങ്ങി തന്നെ ചെയ്തുള്ളൂ. ഈ ആനനെ തെളിക്കുകയാണെങ്കിൽ ആദ്യം കാട് വെട്ടി തെളിക്കുക, മതിലിൻ്റെ പണിയും വേഗം തീർക്കുക. അല്ലാതെ കണ്ട് ഈ സർക്കാർ എത്ര പണി ഈ പൈസ മുടക്കിയിട്ടും കാര്യമില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഈ കണ്ടെത്തണമെങ്കിൽ ഈ കാടും വെട്ടിത്തെളിക്കുക. ഈ ഇവിടെ നേരത്തെ പട്ടയം കൊടുത്ത ജനങ്ങളുണ്ട്, അവരാരും ഈ സ്വന്തം പറമ്പ് ഈ ആനനെ പേടിച്ചെല്ലാം ഒഴിവാക്കി പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആരും വരുന്നില്ലല്ലോ. അങ്ങനെ ആ പറമ്പ് മൊത്തം കാട് കയറി വലിയ ഫോറസ്റ്റ് പോലെയായി. അതിൻ്റെ അകത്താണ് ഈ ആന വന്ന് തമ്പടിക്കുന്നത്. ഇവർ ആറളം ഫാമിൽ നിന്ന് ഇവരുടെ കൃഷി നടത്തുന്ന ആറളം ഫാമുണ്ട് വേറെ ഈ കുറച്ച് നമ്മൾ ഈ പരിസരത്ത് തന്നെ. ആ പരിസരത്ത് നിന്ന് ആനയെ തെളിച്ച് ജനവാസ കേന്ദ്രത്തിലാക്കുന്നു. ഈ ജനവാസ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് തമ്പടിക്കുന്ന കാടുണ്ട്. ഈ കാട് ഇവിടെ നിൽക്കുന്നതോളം ഈ ആന ഇവിടുന്ന് പോകുന്നത് ഇവരെ എത്ര കളിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ഫാമിൽ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിലേക്ക് തെളിച്ചാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആനയുണ്ട്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ആനയുള്ള കാരണം അത് പാലപ്പുഴ കൊക്കോട് ഭാഗത്ത് ആന ഇറങ്ങിയത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെക്യൂരിറ്റി ഓഫീസർ തലനേരക്കാതെ രക്ഷപ്പെട്ടത്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സർക്കാർ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അതാ നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, അവർക്ക് വേണ്ട നടപടികൾ ഇവിടെ ചെയ്തുവാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കും. ഇത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കണ്ട് അത് ചെയ്ത് ഒരു കാര്യമില്ല. അത്രേ നമുക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സുരക്ഷിതമായുള്ള ഇത് കൊടുക്കുക. അതെ, ഞാനിവിടെ നേരത്തെയുള്ള ആളാണ്. അപ്പോൾ ഞാനിക്ക് ഇപ്പോൾ പട്ടയം കിട്ടി തന്നെ 22 വർഷം കഴിഞ്ഞു. 22 വർഷം നമ്മൾ ഈ ആനൻ്റെ പേരല്ലാതെ കണ്ട് വേറൊരു മൃഗത്തിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നതല്ലാതെ കണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് ഇവരെത്തുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ഈ നടപടി എടുക്കാൻ എന്ന് വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, സർക്കാർ നമ്മൾ എത്ര കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ധൃതിയിൽ ചെയ്യുന്ന പോലെ ഒരു ഇത് ചെയ്യുക, അല്ലാതെ കണ്ട് പെട്ടെന്ന് ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. അതൊരു ജനങ്ങൾക്ക് വേണ്ട ഒരു സുരക്ഷിത കൊടുത്തെന്നുള്ള ഉറപ്പ് വരുത്തണ്ടേ. അങ്ങനെ ഉറപ്പ് വരുത്താതെ ഇരുന്നത് കാലത്തോളം ജനങ്ങളിങ്ങനെ അഭിപ്രായം പറയുകയും ചെയ്യുള്ളൂ. അപ്പോൾ ശാശ്വതമായ പരിഹാരത്തിൽ എത്തുക സർക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. അതിന് സർക്കാർ ഒന്നും വിചാരിക്കുന്നത് വേണ്ട. നമ്മളെ ഉള്ളിലുള്ള വിഷമം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. നമുക്കും ജീവിക്കണം, നമ്മളെ മനുഷ്യരല്ലേ. അവരെ വീട്ടിൽ മനുഷ്യരുകളുണ്ട്. അപ്പോൾ അവരെ കുട്ടികളെയും എല്ലാവരും അവർക്കും പേടിയുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നാളെ ഒരു 10 ലക്ഷം റുപ്യ പാസ്സാക്കിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജനങ്ങൾ നാളെ ഇന്ന് കാണുന്ന ജനങ്ങളെ നാളെ കണ്ടില്ലെങ്കിൽ എത്ര വിഷമമുണ്ടെന്നുള്ളത് സ്വയം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി നടപടി എടുക്കാനുള്ള എനിക്ക് പറയാനുള്ളത്. ആന അവിടുന്ന് പിന്നെ കൂടെ വന്നിട്ട് ആന നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് പോയത്. ഇതിലേ പോയേ? ഓഹോ, ഇതിലിങ്ങനെ പോയില്ലേ? ഇതിലിങ്ങനെ പോയേ? ഇവിടുന്ന് ഈ ചോമാനി എന്ന് പറഞ്ഞ സ്ഥലം എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അടുത്തുണ്ടാവും. ആണോ? നിമിഷം കൊണ്ട് അവിടെ എത്തി. പറഞ്ഞ സമയം സെക്കൻഡ്. നമ്മളൊരു പാമ്പിനെ പിടിക്കുമ്പോൾ ഒരു പാമ്പിനെ പിടിത്തക്കാരൻ അറിഞ്ഞൂടെ എത്ര സെക്കൻഡിൽ ആ മൃഗം നമ്മളെ ആക്രമിക്കുന്നുള്ളത്? അത്ര സെക്കൻഡിൽ അത് എത്തിയെന്ന്. അതാ പറയുന്നത്. നമുക്കിപ്പോൾ രക്ഷപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാലും കാര്യമില്ല. എന്തായാലും ഇതിന് പണ്ട് നമ്മളെല്ലാം നേരത്തെ താമസിക്കുന്ന സമയത്ത് ഒരു 6 ആന ഒന്നായിട്ട് വന്ന്, അന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ഈ
കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ടായിരുന്നത്. ആ 86-ല്. ആ സമയത്ത് 6 ആന ഒന്നായിട്ട് വന്ന് അന്നേരം ആ സ്പോട്ടിൽ തന്നെ അവർ തെളിച്ചു വിട്ടു. ഈ കേരള സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഈ ഫാമിൽ നിന്ന് ആന വന്നെന്നല്ലാതെ കണ്ട് അവരൊരു അനക്കം അനങ്ങിയിട്ടില്ല. ലാസ്റ്റ് ഇങ്ങനെ പ്രശ്നങ്ങൾ 14 പേരെ കൊന്നതിന് ശേഷമാണ് എല്ലാവർക്കും ചൂട് പിടിച്ചത്. അതുവരെ ഒരു പ്രശ്നമില്ല. ഈ ആന ഞാൻ കഴിഞ്ഞ വർഷം ഈ ബ്ലോക്കാറിൽ ഈ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളാ. അവിടെ നമ്മൾ രാവിലെ പോകുമ്പോൾ ആന ഉണ്ടാവും. എത്ര പെറ്റി ആന നിറഞ്ഞു ഫാമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് പ്രസവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക. ഈ കർണാടക സ്റ്റേറ്റിലെല്ലാം ഇത് വഞ്ചിത കൊടുക്കുന്നുണ്ട്. ഇത് അതുവരും ചെയ്യുന്നില്ല. ഇത് ഈ ആനനെ തെളിക്കുക, കുറേ കഴിയുമ്പോൾ പടക്കം പൊട്ടിക്കുക. ആരെങ്കിലും ഒരാൾ മരിക്കുന്ന സമയത്ത് പിന്നെയും പടക്കം പൊട്ടിക്കും കുറച്ച് ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ ആരും അനങ്ങുന്നില്ല. പിന്നെ ഒരാളെ കൊല്ലണം, എന്നാലേ അടുത്ത ആൾക്കാർ തുടങ്ങും. ഇതിപ്പോൾ ഒരുത്തനെ കൊന്നിട്ട് ഇവിടെ തീർക്കുന്നതല്ലാതെ കണ്ട് ഇതിനകത്ത് ഒരു ശാശ്വതമായ പരിഹാരം നമ്മൾ കണ്ടെത്തുന്നില്ല. ആരെയും ഒരു സർക്കാരെയും കുറ്റം പറയുന്നതല്ല. സർക്കാർ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ അകപ്പെടെ അവർ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. എന്നാലും പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ വിഷമം കൊണ്ട് നമ്മൾ എന്തായാലും പറയാതിരിക്കാതിരിക്കില്ലല്ലോ. ആ ഒരു കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സർക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. പിന്നെ ആ ഇരട്ടിക്കാര്യം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവർ എത്തുകയും ചെയ്തു. പിന്നെ അവർക്കൊരു പരിധി ഉണ്ടല്ലോ. ഈ ജനവാസ കേന്ദ്രത്തിലെ കാട് വെട്ടിത്തെളിക്കുക ആദ്യമായിട്ട്. പിന്നെ ആർളം ഫാമിൽ കാടുണ്ട്, ആ കാടും തെളിക്കുക. അല്ലാതെ കണ്ട് ഇവർ കാട് തെളിക്കാതെ കണ്ട് ആന തെളിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ പൈസ സർക്കാർ പൈസ പോകുന്നതല്ലാതെ കണ്ട് ആന പോകുന്നത് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പം ഈ വാർക്ക വീട്ടിൽ തന്നെ വന്നിട്ട് ഇത്രയും വിഷയം ഉണ്ടാക്കുമ്പം ഈ പ്രാവശ്യം പട്ടയം കൊടുത്ത കൂട്ടത്തിൽ ഒരുപാട് ഷെഡിൽ താമസിക്കുന്നവരുണ്ട്. അവർക്കൊന്നും പട്ടയം കൊടുത്തില്ല. ഇനിയിപ്പോൾ ഈ സഹോദരനെ അത് ഇപ്പോൾ ഈ തൊട്ടടുത്ത് ഇച്ചിരി അപ്പുറയാണ് ഇവിടെ ആന വന്നു. അവിടെ ഇച്ചിരി മുകളിലായിട്ടാണ് ഈ സഹോദരൻ എത്ര വർഷമായെന്നറിയാം. ഇവിടെ പിന്നെ ഓല ഷെഡിലാണ്, പ്ലാസ്റ്റിക് ഷെഡൊക്കെ വലിച്ചു കെട്ടി അതിനുള്ളിൽ 2 പിള്ളേരെയും കൊണ്ട് പിന്നെ അവർ താമസിക്കുന്നത്. അവർക്കൊന്നും പട്ടയം കൊടുത്തില്ല. പട്ടയം കൊടുക്കുമ്പം ഇങ്ങനെയുള്ള ഈ ഷെഡിൽ പിന്നെ താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കുക. അല്ലാതെ അവിടെ ഇവിടെയുള്ളവരെ പുറത്തുള്ളവരെ കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പുറത്തുള്ളവർക്ക് നിങ്ങൾ കൊടുത്തോ. പക്ഷേ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പ്രൊമോട്ടർമാരാണെങ്കിൽ ഇതിൻ്റെ കണക്ക് കൊടുത്തിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ പരിഗണിക്കുക. അല്ലാതെ ഇവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് 10 ലക്ഷം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇവർക്ക് അങ്ങനെയുള്ളവരെ പരിഗണിക്കുക. അവർക്ക് പിന്നെ പട്ടയം കൊടുക്കുക. ഇവർക്ക് പട്ടയം ഇല്ല. അങ്ങനെ കുറേ ഒത്തിരി പേര് ഇവിടെ ഒത്തിരി വിഷയങ്ങളുണ്ട്. സുരക്ഷിതമായിട്ട് ഒരു താമസ സൗകര്യമായിട്ട് പട്ടയത്തിനും പെട്ടെന്ന് ഈ ആർളം താമസിക്കുന്നവർക്ക് പട്ടയമില്ല. പിന്നെ ഇവരെ ആരാ ഇവിടെയുള്ളവരല്ലേ സുരക്ഷിതമാക്കണ്ടേ, അല്ലാതെ പുറത്തുള്ളവരെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് തന്നെ കാര്യം. ആർക്കും കൊടുക്കണ്ടെന്ന് ഞങ്ങൾ പറയില്ല. കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ആർള ഫാമിലി സകലം ഉണ്ടല്ലോ, എല്ലാവർക്കും കൊടുക്കട്ടെ. പക്ഷെ ഇവിടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കുടിൽ കെട്ടി താമസിക്കുന്നവർ. അവരെ ദയവ് വിചാരിച്ച് സർക്കാർ ഒന്ന് പരിഗണിക്കുക. നിങ്ങൾ ഇനി എപ്പോഴേ നമ്മൾ ഓരോരുത്തരും ചത്ത് കഴിഞ്ഞിട്ടാണോ നിങ്ങളെ കണ്ണു തുറക്കുക? ചത്ത് കഴിഞ്ഞിട്ട് 10 ലക്ഷം 20 ലക്ഷം കൊടുത്ത ഒരു ചെറിയ പിള്ളേരെ കൊണ്ടാണ് അവർ ആ ഷെഡിൽ താമസിക്കുന്നത്. നിങ്ങളെ മക്കളെ നിങ്ങൾ എത്രമാത്രം കരുതുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളോടൊരു പിന്നെ കരുതൽ നിങ്ങൾക്ക് ഉണ്ടായിക്കൂടില്ല. ഇപ്പോൾ നമ്മൾ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു. വളരെ ഭീകരമായ ഒരു അവസ്ഥയെ കൂടെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആർളം ഫാമിലെ ജനങ്ങളൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിരവധി വീഡിയോകൾ നമ്മൾ ആർളം ഫാമിലെ ജനങ്ങളുടെ കാട്ടാന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എടുത്തു എങ്കിൽ പോലും ഇതിപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ഇത് വളരെ ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ മോഴയാനയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അക്രമാസക്തനായിട്ടുള്ള ഒരു ആനയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ വീടിൻ്റെ മുൻപിൽ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വീട്ടിൽ തന്നെ കട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരാളുടെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമായിട്ട് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടിലാണ് ഈ മനുഷ്യരൊക്കെ കടന്നു പോകുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. തലനാരിഴയ്ക്കാണ് ആ ചേട്ടൻ രക്ഷപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം അദ്ദേഹത്തെ പിടിക്കാനായിട്ട് തുമ്പിക്കൈ കൊണ്ട് ചെല്ലുകയും അദ്ദേഹം കടന്നുകൊണ്ടിരുന്ന ആ സ്ഥലത്തെ പായും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും മറ്റ് സാധനങ്ങളൊക്കെ വലിച്ചു വാരി താഴേക്കിട്ട ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വാതിലൊക്കെ നശിപ്പിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതുപോലെയാണ് ഓരോ മനുഷ്യരും എന്താ പറയുക, ജീവനും കൊണ്ട് ഇവിടെ ജീവൻ കൈ പിടിച്ച് തന്നെയാണ് ഇവിടെ എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യവും ആഗ്രഹവും. പ്രത്യേകിച്ച് ഈ മോഴയാനയുടെ കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യനെ കണ്ടാൽ മനുഷ്യൻ്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന അല്ലെങ്കിൽ അക്രമാസക്തനാകുന്ന മനുഷ്യരുടെ മണം അടിച്ചാൽ ചാർജ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു ആനയാണ്.
ഈ ആന തന്നെ ഇതിന് മുന്നേയും ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തെളിവുകളുടെ അഭാവത്തിൽ ആ ആനയാണെന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കാനോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് കാടുമായിട്ട് ബന്ധപ്പെട്ട ഈ മനുഷ്യർ അല്ലെങ്കിൽ ഈ ആനകളെയൊക്കെ സ്ഥിരം കാണുന്ന ആളുകൾ, അവർ എല്ലാവരും ഉറപ്പിച്ച് തന്നെ പറയുന്നു ആനയുടെ കാൽപ്പാട് കാണുമ്പോൾ ഈ പല സ്ഥലങ്ങളിലും നടന്ന സംഭവങ്ങളെല്ലാം ആ ഒരു മോഴയാന തന്നെയാണ് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും നമ്മളൊരു കാൽപ്പാട് കണ്ടു. അത്രത്തോളം വലിയൊരു കാൽപ്പാടാണ് ആ ഒരു ആനയുടെ. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ആനയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി ഈ ആളുകളുടെ സ്വൈര്യ ജീവിതം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. അതുമാത്രമല്ല, ആനമതിലിൻ്റെ പണി കഴിയുന്നിടം വരെ നമുക്കൊരു പരിധി വരെ മാത്രമേ ഈ ആനകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അതിൽ തന്നെ അക്രമാസക്തനായിട്ടുള്ള ആനകളെ പിടിച്ചു മാറ്റിയാൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഒഴിവായി കിട്ടും. ഏതായാലും ഇത്രയൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.